ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും വിരവിമുക്ത യജ്ഞത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കാളികളാകണമെന്നും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA പത്രിപ്പാല GVHSS സംഘടിപ്പിച്ച ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. നിർദ്ദേശപ്രകാരം രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ഇവിടെ ഇല്ല. ചില ഭാഗങ്ങളിൽ രാവിലത്തെ ഭക്ഷണം ഉള്ളത് നമ്മുടെ റൈവൽ ഏരിയയിലൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട്. വൈകുന്നേരം നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇതുപോലെ സ്കൂളുകളില്ല. എന്നാൽ വൈകുന്നേരം ഉച്ചയ്ക്ക് കുട്ടികളൊക്കെ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മുട്ട, പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇടയ്ക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കും. അതൊക്കെ നിങ്ങളെക്കാളും കൊച്ചു കുട്ടികളായിട്ട് നിങ്ങൾ അനിയത്തിമാരനുജന്മാരാണ് കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് സ്കൂളിലും ഗവൺമെന്റ് തലത്തിലും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്? എന്തിനാണ്? നല്ല ആരോഗ്യമുള്ള പൗരന്മാരായി നിങ്ങൾ വളരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നല്ല ആരോഗ്യമുള്ളവരായി മാറണമെങ്കിൽ നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് മതിയോ? പോരാ. നല്ല എക്സസൈസ് ചെയ്യണം, നല്ല മിടുക്കരായി മാറണം, എന്തെങ്കിലും കളികൾ ഏർപ്പെടണം, നന്നായി പഠിക്കണം, അതിരാവിലെ എണീക്കണം, നല്ല എക്സസൈസ് ചെയ്യാം, സ്കൂളിൽ വരിക, പഠിക്കുക, അങ്ങനെ ലൈവായി ഇരിക്കണം. എന്നാലാണ് നല്ല ആരോഗ്യത്തോടെ പറയാൻ പറ്റും. വിരമുക്ത യജ്ഞത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കാളികളാകണമെന്നും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA പത്തിരിപ്പാല GVHSS സംഘടിപ്പിച്ച ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. ആരോഗ്യ കേരളം പാലക്കാട്, മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ആണ് നിർവഹിച്ചത്. ഉദ്ഘാടനത്തിന് പിന്നാലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് MLA വിരഗുളികകൾ വിതരണം ചെയ്തു. വിരബാധ കുട്ടികളുടെ ആരോഗ്യത്തെയും പഠനത്തെയും എപ്രകാരം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ K അനിത വിഷയാവതരണം നടത്തി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷ് TV, PP രജിത, മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ, പഞ്ചായത്ത് അംഗം നസീമ റിയാസ്, AEO ബിന്ദു പുഴയ്ക്കൽ, CDPO നസീമ, PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ, പ്രധാന അധ്യാപിക T അനിത, ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സ് S സയന, PP രമ, കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.